One state is not just a sandbox game. It has its own rules, and your actions have consequences. If a player commits a violation, they get added to the wanted list. The police can then arrest the player and send them to jail, or the player can voluntarily surrender to reduce their sentence. However, ensuring safety throughout the entire city is impossible. Certain areas are plagued by crime, and some players even join gangs. You are under arrest for running over another player. You have the right to remain silent. Anything you say can be used against you in a court of law. It's easiest to make a deal the first time, but be cautious in the long run. Either don't break the rules or don't get caught. നിങ്ങൾ പോയിട്ട് വാ. അത് എനിക്ക് ഇവിടെ ഇച്ചിരി പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് വരാം. വിളിക്കാം. ആ ആണോ? ശരി മാമേ. എന്നാ ശരി. ഓക്കെ. As Ralph said, in this city, connections are everything. As for now, please sign these documents. One state is not just a sandbox game. It has its own rules, and your actions have consequences. If a player commits a violation, they get added to the wanted list. The police can then arrest the player and send them to jail, or the player can voluntarily surrender to reduce their sentence. However, ensuring safety throughout the entire city is impossible. Certain areas are plagued by crime, and some players even join gangs. You are under arrest for running over another player. You have the right to remain silent. Anything you say can be used against you in a court of law. It's easiest to make a deal the first time, but be cautious in the long run. Either don't break the rules or don't get caught. ഹലോ മാമേ. ഒരു അറിയത്തില്ല മാമേ. ഇവിടെ അമ്മ പോയി കണ്ടത്. ഞാൻ ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ ഇങ്ങോട്ട്. എന്നാ പറ്റി? ആണോ? ശരി. അപ്പാപ്പന് എങ്ങനെയുണ്ട്? ശരി. അവനെ അതെ. സിജോ ഇവിടെ ഉണ്ടോ മാമേ? അവനിവിടെ ഉണ്ട്. ആ കൊച്ചു വന്നായിരുന്നേ. സിജി വന്നായിരുന്നു. അവള് മാത്രമേ കണ്ടുള്ളൂ. ഒരു ദിവസം ഒരാളെ മാത്രമേ അകത്ത് കയറ്റുന്നുള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞ് അകത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്ന എന്തോ ഒന്നും പറയാനായിട്ടില്ല. മാമേ, ഇവിടുന്ന് എല്ലാരും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണിക്കത്തില്ല അവര്. 5-6 ദിവസം ആവുമെന്ന്. ഒരു 5-6 ദിവസം ആവുമെന്ന്. വലിയ ഓപ്പറേഷൻ അല്ലേ, അതുകൊണ്ട് ആരെയും ഹൗസ് വിടുന്നില്ല. നാക്ക് ഈ ഉച്ച സമയത്ത് റൗണ്ട്സ് വരും പോലെ. അപ്പൊ ആ സമയത്ത് ഒരാള് അകത്ത് പോയി കാണാം ഒരു ദിവസം. ഐസിയുവിന്റെ അകത്താ.
അപ്പം കുറെ ടെസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് അറിയാതെ ഒന്നും ഇപ്പോഴത്തേനൊന്നും അവർ ചെയ്യത്തില്ലെന്ന്. അങ്ങനെ അപ്പൊ അവൻ അവിടെ ആയിരുന്നു. അപ്പൊ ഇവനും ഇങ്ങ് പോരുന്നു. ഇവനെ ഇതുവരെ കണ്ടില്ല. അന്ന് ഓപ്പറേഷനൊക്കെ പോകുന്നതിന് മുന്നേ അവൻ കണ്ടതാ. പിന്നെ അവരല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഇപ്പം സ്വിഗ്ഗി വന്നതുകൊണ്ട് അവള് മാത്രമേ നമ്മുടെ ആൾക്കാരിന് അവർ ആരുമില്ല. അവള് മാത്രം അകത്ത് കയറി കണ്ടിട്ട് ഓടിപ്പോയിരുന്നു. അങ്ങനെ അതുകൊണ്ട് വന്നാലെല്ലാം കാണാനൊക്കത്തില്ല. പിന്നെ അതിനാളെ ഞാൻ അച്ചാത് ഇവിടുത്തെ അച്ചാത് ഒരു 2-3 പ്രാവശ്യം പോയി കണ്ടിട്ട് വന്നു. പോയായിരുന്നു. പക്ഷെ കാണാൻ പറ്റില്ല. അച്ഛൻ ഇന്നലെയൊക്കെ പോയി എടുക്കുക, അവർക്ക് അത് ഇതൊക്കെ മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ കാണാൻ പറ്റില്ല. പിന്നെ ഇവനെയും കൊണ്ട് ഇനി പോരുന്നു അച്ഛൻ. ഇവിടെ ഉണ്ടാവും. അപ്പൊ അവള് ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിട്ട് ഇന്ന് അവള് കേറി പോയി. അവൾക്ക് 3 ദിവസം അവധിയല്ലേ ഉള്ളായിരുന്നു. അവള് പോയെന്ന്. അവളിപ്പോ അവളെ കയറ്റി വിടാൻ അച്ഛൻ കോട്ടയത്തിന് വന്നപ്പോഴേ ഞാൻ ഇറങ്ങി. എന്നെ കണ്ടപ്പോ എന്നെ കൊണ്ട് പോരുന്നുണ്ട്. അങ്ങനെ വന്നത്. ബൈക്കേലാ വന്നത് അവിടുന്ന്, കോട്ടയത്ത് നിന്ന്. അച്ചാത്തൻ അവിടെ ഉണ്ടായിരുന്നു. സുജിയെ അവള് ബസ്സിനാ പോയത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അപ്പം ട്രെയിൻ ഇല്ലായിരുന്നല്ലോ. അപ്പം ട്രെയിന് പകരം അവള് ബസ് ബുക്ക് ചെയ്ത് പോവായിരുന്നു. അപ്പം അവൾക്ക് ജോലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ട് അവള് പാർട്ട് ടൈം ജോലി ചെയ്യുക. പിന്നെ ആരാ കൊടുക്കാനുള്ളത് അവൾക്ക്? അതെ അതന്നെ. അതെ അതെ അതെ. എന്തുമാത്രം പ്രശ്നങ്ങളാ. അതെ അതെ അതെ. എന്താണ് അനാവശ്യം പറഞ്ഞത്? അത് സത്യമാണ്. അതെ, ദൈവം പിടിക്കുമെന്ന്. അവനവന്റെ പിള്ളേരെ പറ്റി അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പിടിക്കും. അതെ, അഥവാ ഒരു തെറ്റ് ചെയ്താലും കൂടെ നമ്മൾ മൂടി വെച്ച്. അതെ, വരുന്നവരും പോകുന്നവരോടും എല്ലാം അങ്ങ് പറച്ചില്ല. നമ്പറുള്ളവരോടെല്ലാം വിളിക്കുക. കണ്ടോ? അതെ, അതാ അതിനെയൊക്കെ ദൈവം കൊടുത്ത ശിക്ഷയാ. വേറെ എന്തോ പറയാനാ? പിള്ളേരെ പറ്റി അനാശം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ. അത് തന്നെ നമുക്ക് അത് ഇത്രയേ ഉള്ളൂ പറയാനുണ്ട്. ദൈവം. അതെ, എങ്ങനെയല്ലേ എണീറ്റ് വരട്ടെ. അതൊക്കെ നോക്കാം. അതെ, തന്തയല്ലേ, എണീറ്റ് വരട്ടെ. അതെ, പിന്നെ നമ്മള് പിള്ളേരെ നോക്കേണ്ട കടമ നമുക്കുണ്ട്. നമ്മൾ നോക്കുന്നു. അതെ അതെ, അത് തന്നെ മാമേ. ഇല്ല, അപ്പം അറിയാം മാമേ. ഗ്യാസ് ആയിരിക്കും മാമേ. അത് തന്നെ. അത് ഞങ്ങൾക്കറിയാം എല്ലാ